വെൽക്കം ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് മീ അലീനാലോ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു നൈറ്റ് ഡ്യൂട്ടി വ്ളോഗ് ആട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയുന്നത് എനിക്ക് കഷ്ടപ്പെട്ട് ഞാൻ പോകണം. എനിക്ക് ഒരു ഇഷ്ടം ഉണ്ടായിട്ടല്ല, ഭയങ്കര കഷ്ടപ്പെട്ട് ഞാൻ പോവാണ്. സത്യം പറയാലോ, ഇപ്പോൾ ഒരു 20 ദിവസമായി കാണും ഞങ്ങൾക്ക് നൈറ്റ് തുടങ്ങിയിട്ട്. ശരിക്കും പറയാലോ, മടുത്തു എന്ന് പറഞ്ഞാൽ ശരിക്കും മടുത്തു. ഈ ഒരു മാസം പോകണം നൈറ്റിന്. അപ്പോൾ ശരിക്കും കഷ്ടപ്പാടാട്ടോ ഗൈസ്. അപ്പോൾ അത് ഞങ്ങൾ വെള്ളമൊക്കെ പിടിച്ച് ഞങ്ങളുടെ ബസ് വരാറായി. 7 മണിയാകുമ്പോൾ ബസ് വരുമ്പോൾ അതിന് മുമ്പ് വെള്ളമൊക്കെ പിടിച്ച് സെറ്റായിട്ട് ബസ് കയറി പോകണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടം. ഇതിന് മുമ്പൊക്കെ ഞാൻ നൈറ്റിന് പോയപ്പോൾ ഒരു നൈറ്റ് ഷിഫ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, എനിക്ക് മൂഡ് വന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം, നൈറ്റിന് പോകണത് ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഞാൻ പോണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നങ്ങ് രണ്ടും കളിപ്പിച്ചങ്ങ് എടുക്കണം. അപ്പം ഞങ്ങൾ പോണേക്കാൾ മുമ്പ് ഈ സ്റ്റോറിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കാതെ ഞങ്ങൾ പോകത്തില്ല കേട്ടോ. അപ്പം ഞാൻ മേടിച്ച മൈസൂർ പാക്ക് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇവിടുത്തെ ഞങ്ങളുടെ സ്റ്റോറിലെ മൈസൂർ പാക്ക് അടിപൊളി കേട്ടോ. അപ്പോൾ അത് കഴിച്ചിട്ട് അപ്പോഴത്തേക്കും സെക്കൻഡ് ഷിഫ്റ്റ് വരെ, എന്ന് വെച്ചാൽ ആഫ്റ്റർനൂൺ ഷിഫ്റ്റുകാർ ഇറങ്ങി വന്നു. ഈ ബസ്സിൽ തന്നെയാണ് ഞങ്ങൾ നൈറ്റ് ഷിഫ്റ്റിനും പോണ ആൾക്കാരൊക്കെ പോകുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി പോവുക. അപ്പോൾ ആഫ്റ്റർനൂൺകാർ വരുമ്പോൾ തന്നെ ഞാൻ ചോദിക്കുക, എൻ്റെ വാർഡിലെ PAICയിലെ ആൾക്കാരോട് ഞാൻ ചോദിക്കുക, ഇന്ന് എത്ര കേസുണ്ടെന്ന്. കാരണം ആൾക്കാർ ഡിസ്ചാർജ് ആവണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാട്ടോ ഞാൻ, പേഷ്യൻസ്. അപ്പോൾ അതെ, എല്ലാവരും ബസ്സിൽ കയറി, എല്ലാവർക്കും സൈഡ് സീറ്റൊക്കെ ഇട്ട് ബസ്സിൽ കയറിയിട്ടാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിലെത്തി. ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഞങ്ങൾ നേരെ ചെന്ന് അറ്റൻഡൻസ് എടുക്കുക. NS ആയിരിക്കും അറ്റൻഡൻസ് എടുക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൂപ്രണ്ടുമാരായിരിക്കും അവർ അറ്റൻഡൻസ് എടുക്കും. അറ്റൻഡൻസ് എടുത്തിട്ട് ഞങ്ങൾക്ക് അലോട്ട് ചെയ്ത വാർഡിട്ട് പോകണം. വാർഡാണെങ്കിൽ ICU ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ എനിക്ക് PICUലാണ് ഡ്യൂട്ടി. ഈ ഒരു മാസം ഫുള്ളും നൈറ്റ് ഫുൾ എനിക്ക് PICUലാണ്. അപ്പോൾ ഇനിയുള്ള ഷിഫ്റ്റ് ഈ മാസം ലാസ്റ്റ് അറിയാൻ പറ്റും. മോർണിംഗ് ആണോ ആഫ്റ്റർനൂൺ ആണോ. ഇനി നൈറ്റ് വരത്തില്ല, ഇനി കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും. ഇനി മോർണിംഗും ആഫ്റ്റർനൂണും കഴിഞ്ഞിട്ടായിരിക്കും ഇനി നൈറ്റ് വരുന്നത്. അപ്പം ഞാനപ്പോൾ PICUലെത്തി. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഇവിടെ 4 കേസസ് ആണുള്ളത്. ഞാൻ നേരത്തെ ആഫ്റ്റർനൂൺ ഇവിടെ നിന്നൊരു കൊച്ചിൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു എത്ര കേസസ് ഒക്കെ ഉണ്ടെന്ന്. അപ്പം 4 കേസ് ഉണ്ട് ഇന്നിവിടെ. എനിക്ക് പേഷ്യൻസിൻ്റെ വേറെ ഒരു ഇവിടുത്തെ വീഡിയോസൊന്നും എടുത്ത് വ്ളോഗിൽ ഇടാൻ പറ്റത്തില്ല. അത് ഇടാൻ പറ്റത്തില്ല. അതിൻ്റെ റീസൺ ഞാൻ വേറെ പിന്നീട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് അപ്പോൾ കേസ് ഷീറ്റൊക്കെ എഴുതാനുണ്ട്. പേഷ്യൻ്റ് സൈഡിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കേസ് ഷീറ്റ്സ് എഴുതണം. അത് കഴിഞ്ഞ് അങ്ങനത്തെ കുറച്ച് പണിയുണ്ട്. ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുമ്പോഴേക്കും നല്ല ലേറ്റ് ആവും. കാരണം PICയിലെ പണിയൊക്കെ തീർത്ത് പിന്നെ കേസ് ഷീറ്റൊക്കെ റൈറ്റ് ചെയ്ത് വരുമ്പോഴേക്കും അത്യാവശ്യം നല്ല ടൈം ആവട്ടോ. ഇന്നലെ ഞങ്ങൾ ഫുഡ് കഴിച്ചത് 11:30 ആട്ടോ. പിന്നെ എല്ലാവരുടെയും വാർഡിലെ പണി തീർന്നിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് ഞങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി കേട്ടോ. ചപ്പാത്തി ഹോസ്റ്റലിലെ തന്നെ ഫുഡാണ്. ചപ്പാത്തിയും പിന്നെ നമ്മുടെ സോയാബീൻ, മുട്ട ഉണ്ടായിരുന്നു. മുട്ട എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരാൾക്ക് കൊടുത്തു. പിന്നെ വേറൊരു കറി ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. ഇതായിട്ട് ഞങ്ങളുടെ ജിതീഷ് കുട്ടൻ. അപ്പോൾ അവൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ശരിക്കും പറയാമല്ലോ, ജിതീഷ് കുട്ടനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവനെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന PICയിൽ വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ട് കൂട്ടായി. ഇപ്പം ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പോൾ ഇവൻ ഡിസ്ചാർജ് ആയി പോയി. അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു എനിക്ക്. ഇവനും എന്നെ ഞാൻ ശരിക്കും അവനെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്കും പറയാമല്ലോ, അവൻ ഈ വീഡിയോ കാണുവാണെങ്കിൽ ശരിക്കും ഞാൻ നിന്നെ മിസ് ചെയ്യണ്ടടാ. അപ്പോൾ ഹാപ്പി ആയിട്ട് സുഖമായിട്ടൊക്കെ നീ ഇരിക്കുക. എൻ്റെ ഈ ഒരു കൊന്തമാല ഞാൻ കുറേ ആയിട്ട് തപ്പിക്കൊണ്ട് എടുക്കണം. അപ്പോൾ ഇന്ന് എനിക്ക് രാവിലെ കിട്ടിയിട്ട് എൻ്റെ ബാഗിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഒരു കള്ളിയിൽ നിന്ന് എനിക്ക് കിട്ടി. അപ്പോൾ എനിക്ക് അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം ഞാൻ ഇത്രയും കാലം ഇത് തേടി നടക്കുമായിരുന്നു, എവിടെയായിരിക്കും എന്ന്. അത് കിട്ടിയപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിപ്പോയി. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങളുടെ ബസ് വരും കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഹോസ്പിറ്റലിൻ്റെ പുറത്ത് ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആട്ടോ. ഒരു 8 മണി എന്നൊക്കെ പറയും. വണ്ടി വരുമ്പോഴേക്കും ഒരു 8:15 ആവും. അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യും അങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങളുടെ ബസ് വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങൾ എത്ര സീറ്റ് ഉണ്ടെങ്കിലും സീറ്റ് പിടിക്കാൻ വേണ്ടി ഓടുന്ന ഓട്ടങ്ങളാണ്. ആദ്യമേ ഞാൻ കയറിയിരുന്നു അങ്ങനെ. അപ്പോൾ ഇനി ഹോസ്റ്റലിൽ ചെല്ലുമ്പോൾ തന്നെ പല്ലൊന്നും തേച്ചില്ല. എന്നാലും ഇപ്പം നൈറ്റൊക്കെ ആയതുകൊണ്ട് പല്ലൊന്നും തേക്കണമൊക്കെ ഒരു കണക്കാണ്. ഇനി ചെന്നിട്ട് ഫുഡ് കഴിക്കണം. കാരണം ഇനി മേളിൽ പോയി പല്ല് വെച്ചിട്ട് വരാനൊക്കെ വയ്യ. അപ്പോൾ അതുകൊണ്ട് പോയി നേരെ ബസ്സിൽ പോയി ഫുഡ് കഴിക്കണം. പിന്നെ ഇന്ന് എനിക്ക് കൊള്ളൂലാത്ത ഇഷ്ടമല്ലാത്ത ഫുഡാണ് പൂരി, എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം എൻ്റെ മുഖത്തുണ്ട്. പോയി കഴിക്കണം. കഴിച്ചിട്ട് വന്നിട്ടാട്ടോ പല്ല് കഴിക്കണത്. ഞാൻ റൂമിൽ ചെന്നിട്ട് പല്ല് കഴിക്കും കേട്ടോ. ആരെങ്കിലും ഇങ്ങനെ ഉണ്ടോ ഫുഡ് കഴിച്ചിട്ട് പല്ല് കഴിക്കണ ആൾക്കാർ? നൈറ്റ് ആയതുകൊണ്ടാട്ടോ.
ഇപ്പൊ തന്നെ ഇനി രാത്രി ആവൂലോന്ന് ഓർക്കുമ്പോ ഒരു സങ്കടം. കാരണം പല്ലൊക്കെ തേച്ച് ഒക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി കഴിയുമ്പോൾ എണീക്കുമ്പോൾ ചിലപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോലും ഞങ്ങൾ എണീക്കാറില്ല. അങ്ങനെ ഇനി വൈകുന്നേരം ആയിരിക്കും എണീക്കണം. പിന്നെ വൈകുന്നേരം പിന്നെയും കുളിച്ച് പിറക്കി പോകുമ്പോഴേക്കും പിന്നെ അന്നേരത്തേക്ക് പിന്നെ നൈറ്റിന് പോയിട്ട് പിന്നെ വരും. ഇത് തന്നെയാണ് ശരിക്കും പറയുന്നത്, സമയം പോണതും ദിവസവും സമയം ഒന്നും അറിയാൻ പറ്റുന്നില്ല. അതുമാതിരി ടൈം നന്നായി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ് ലൈഫിൽ. അപ്പൊ ഇത്ര ഉള്ളൂട്ട് ഇന്നത്തെ വ്ളോഗിൽ. ഇനി പോയി കിടക്കണം, സ്വസ്ഥമായിട്ട് കിടക്കണം. എപ്പോഴാ എണീക്കണേന്നൊന്നും ദൈവത്തിന് അറിയാം. ഉച്ചയ്ക്ക് ചോറിനാൻ പോവാൻ എണീറ്റാൽ തന്നെ ഭാഗ്യം. അപ്പൊ അത്ര ഉള്ളൂട്ട് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം.